പിന്നെ ആത്മഹത്യയുടെ വക്കിലേക്ക് കൊണ്ടെത്തിച്ചൊരു ഈ പ്രസവ വിവരണ ഉദ്യോഗസ്ഥനാണ്. എന്നെ പറയുന്നത് പോട്ടെ, എൻ്റെ മക്കളെ പറഞ്ഞപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റിയില്ല. 17, 15 വയസ്സുള്ള പെൺമക്കളെ പറഞ്ഞപ്പോൾ ഏതൊരമ്മയിലും താങ്ങില്ല. 3 പേരും സർവീസിന് പുറത്താക്കണം എന്നതും എന്നെ തന്നെ പറയാനൊരു കാരണം ഇപ്പോഴും എനിക്കറിയില്ല. എന്താണ് എന്നെ ഈ പോലീസന്മാരെ കൊണ്ട് എന്നെ ദ്രോഹിച്ചു എന്നുള്ള കാര്യത്തെപ്പറ്റി എനിക്ക് യഥാർത്ഥത്തിൽ പ്രതികൾ അവരാണ്. ഒരു മരണ വീടിൻ്റെ ഒരവസ്ഥയായിരുന്നു നമ്മളെ. നമസ്കാരം. കേരളത്തിൽ ജാതിയില്ല, മതമില്ല, സാമ്പത്തിക അസമത്വങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ഇതൊരു പച്ചക്കള്ളമല്ലേ? നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും അസമത്വങ്ങളും അവഗണനകളും വേദനകളും അനുഭവിക്കുന്ന ഒരു വിഭാഗം നമുക്കിടയിൽ ഇപ്പോഴുമുണ്ട്. നോക്കൂ, തിരുവനന്തപുരം സ്വദേശി ബിന്ദു 20 മണിക്കൂറിലധികമാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ചെയ്യാത്ത തെറ്റിന് മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ട് മാനസിക പീഡനം അനുഭവിച്ചിരുന്നത്. വലിയ ദുരിതം തന്നെയാണ്, ഭയാനകമായ അവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയത്. ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളത് ബിന്ദു ചേച്ചിയാണ്. ഈ നടപടിയിൽ ചേച്ചി തൃപ്തയാണോ? തൃപ്തയല്ല. കാരണം സസ്പെൻഡ് ചെയ്തേ ഉള്ളൂ. അവരെ കുറേ നാൾ കഴിയുമ്പോൾ വീണ്ടും ഒരു ജോലിയിൽ നിന്ന് പിരിച്ചു വരണം. കാരണം സർക്കാരിന്റെ ശമ്പളം ഒരു വാങ്ങിക്കരുത്, പെൻഷൻ കൂടി വാങ്ങിക്കാൻ അവർക്ക് അർഹതയില്ല. എനിക്കതാണ് ഇഷ്ടം, ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. കാണാൻ അത്ര ദ്രോഹിച്ചിട്ടുണ്ട്. പിന്നെ ആത്മഹത്യയുടെ വക്കിലേക്ക് കൊണ്ടെത്തിച്ചൊരു ഈ പ്രസവ വിവരണ ഉദ്യോഗസ്ഥനാണ്. ഒരു കാരണവശാലും അവർക്ക് ജോലി കൊടുക്കല്ലേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സമയം വരെ ആഗ്രഹിക്കുന്നത്. പോലീസിനെ വെച്ചെന്ന് വെച്ചാൽ എനിക്ക് വെള്ളം ചോദിച്ചാൽ വെള്ളം തന്നിട്ടില്ല, പിന്നെ എൻ്റെ മക്കളെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. എനിക്കത് താങ്ങുന്നതിനപ്പുറമായിട്ട്. എന്നെ പറയുന്നത് പോട്ടെ, എൻ്റെ മക്കളെ പറഞ്ഞപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റിയില്ല. 17, 15 വയസ്സുള്ള പെൺമക്കളെ പറഞ്ഞപ്പോൾ ഏതൊരമ്മയിലും താങ്ങില്ല. പിന്നെ അവിടെ പിടിച്ചിരുന്നു. അല്ലാതെ അവരെ മുമ്പ് അവര് പറയുന്നതൊക്കെ കേട്ട് പൊട്ടിക്കരഞ്ഞ് അവിടെ ഇരുന്നല്ല. 3 പേരും സർവീസിന് പുറത്താക്കണം. പിന്നെ ഈ ഓമന ഡാനി അവരെ പേരിൽ കേസ് എടുക്കുന്നതാണ് ഇനി നമുക്ക് മുന്നിലുള്ള കാര്യം. എന്റെ വക്കീലാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. വക്കീൽ ഇവിടെ ഇല്ല, വക്കീൽ ദിവസത്ത് എറണാകുളത്ത് പോയിരിക്കുകയാണ്. വക്കീൽ വന്നുടനെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കും. മോശം എൻ്റെ അടുത്ത് മൂന്ന് ദിവസം പോയപ്പോൾ ഭയങ്കര കാര്യമായിരുന്നു. ഒരു സ്വന്തം മോളെ പോലെ തന്നെയായിരുന്നു. അല്ലാതെ അതിനപ്പുറത്തോട്ട് വേറെ അങ്ങനെയൊന്നുമില്ല. നല്ല കാര്യമായിരുന്നു, എൻ്റെ നല്ല സ്നേഹമായിരുന്നു. സ്വർണം ചിലപ്പോ ഇവര് വെച്ച സ്ഥലത്ത് കണ്ടു കാണില്ല, വേറെ സ്ഥലത്തിറങ്ങി ചെന്ന് നോക്കിയത്. അത് ഉടനെ ബിന്ദു എടുത്തോണ്ട് പോയിട്ടുണ്ടെന്ന് വിചാരിച്ചാണ് അവര് ഓടി സ്റ്റേഷനിലേക്ക് വന്നതും. എന്നെ തന്നെ പറയാനൊരു കാരണം ഇപ്പോഴും എനിക്കറിയില്ല. എന്താണ് എന്നെ ഈ പോലീസന്മാരെ കൊണ്ട് എന്നെ ദ്രോഹിച്ചു എന്നുള്ള കാര്യത്തെപ്പറ്റി എനിക്കറിയില്ല. അവർ ഒരു സോറി പോലും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇതുവരെ ഒരു തരത്തിലും എന്നെ വിളിച്ചിട്ടുമില്ല, എന്റെ അടുത്ത് സോറി പറഞ്ഞിട്ടുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരല്ലേ യഥാർത്ഥത്തിൽ പ്രതികൾ അവരാണ്. ഇവരാണ് ഇന്ന് ഈ പ്രസാദിനെയും ഈ പ്രസന്നനെയും എല്ലാ ജോലിയും നഷ്ടപ്പെടുത്തിയത് ഈ ഓമനയുടെ. അവരെ പേരിൽ ഉടനെ നടപടി നമ്മൾ എടുക്കും. എന്റെ വക്കീൽ വന്ന ഉടനെ എല്ലാ കാര്യങ്ങളും വക്കീൽ എന്ത് പറയുന്നു അതേപോലെ ഞാൻ മുന്നോട്ട്. ഇതുവരെയും ഒരു നടപടി ഉണ്ടായിട്ടില്ല. അവരെ കുറിച്ച് ഒരു കാര്യം എനിക്ക് അറിയത്തുള്ളൂ. എല്ലാവർക്കും അറിയുന്ന പോലെ എനിക്കും അറിയാം. എന്ന് വെച്ചാൽ ഇവര് ഇതേപോലെ 100 തെറ്റ് ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആദ്യമേ ചെയ്തിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതി ഇതേപോലെ പിടിച്ചോണ്ട് പോയി അവർ ഈ സർക്കാർ നടപടി എടുത്തിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് ഈ ഗതിയിൽ വരില്ലായിരുന്നു. കുറ്റം അവര് ചെയ്യില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു ആത്മഹത്യയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു വന്നത്. അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമായിരുന്നു, തീർച്ചയായും ചെയ്യുമായിരുന്നു. ഞാൻ അവിടുന്ന് അങ്ങനെ ഉറപ്പിച്ച അവിടുന്ന് ഇറങ്ങിയത്. കാരണം കൂട്ടുകാരും 22-ാം തീയതി വരെയും കണ്ട ബിന്ദു അല്ല 23-ാം തീയതി അവരെ കാണുന്നത്. അന്ന് എന്നിട്ട് കൂടെ സംസാരിക്കുകയൊക്കെ ചെയ്ത കൂട്ടുകാരല്ല പിറ്റേന്ന് ഒരു 5 മണിയോട് 6 മണി കൂടി കൂട്ടുകാരെ അറിയുമ്പോൾ ഉള്ള ഒരു അവസ്ഥ. അവരെന്നെ എങ്ങനെ കാണും എന്നല്ലെങ്കിൽ ഞാൻ നിന്ന വീട്ടുകാർ കുടപ്പനക്കുന്നിലുള്ള വീട്ടില് അവരെ എനിക്കറിയാം. എന്നെ അങ്ങനെ വിശ്വസിക്കുന്നത്. ഞാൻ 3.5 വർഷം അവിടെ നിന്നതാണ്. 3.5 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തതാണ്. അവരിപ്പോഴും വിളിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ചേച്ചീനെ സാറും എന്നെ ചേച്ചി വിളിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഈ കേസ് മുന്നിലോട്ട് പോകണമെന്നാണ് ചേച്ചി എന്നോട് പറയുന്നത്. ഞാൻ വെളുപ്പിന് 3 മണിയാകുമ്പോൾ എണീക്കും. 3 മണിയാകുമ്പോൾ എണീച്ച് എല്ലാം മക്കൾക്ക് കൊണ്ടുപോകുള്ളതും എന്റെ ചേട്ടന് കൊണ്ടുപോകാനുള്ള എല്ലാം വേഗത്തിൽ വീട്ടിലെ സകല ജോലി ഒതുക്കിയിട്ടാണ് ഞാൻ 6:20 ഞാൻ ഇവിടുന്ന് ഇറങ്ങി.
എനിക്ക് ബസ് ടൈം 7:10 ഈ 7 മണിക്ക് മുമ്പേ ഞാൻ അവിടെ സ്റ്റോപ്പിൽ എത്തി. ചിലപ്പോൾ 8:30 മണിയാവും പേരൂർ കൂടെ എത്തുമ്പോൾ. അതിനുശേഷമാണ് ഞാൻ അവിടെ എത്തുമ്പോൾ 8:30 മണിയാവും. പിന്നെ അവിടെ നിന്ന് ചിലപ്പോൾ ബസ്സില്ലെങ്കിൽ ഒന്ന് ഓട്ടോ വിളിച്ച് ഞാൻ പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഓടിക്കും. ഒത്തിരി താമസിച്ചാലും ഇവരൊന്നും പറയത്തില്ല. എൻ്റെ ബസ്സിന്റെ ടൈം ചേച്ചിക്ക് അറിയാം. ആദ്യമൊക്കെ ചെന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ടൈമിന് കയറണമെന്ന് പറഞ്ഞപ്പോഴേക്കും വലിയ പാടായിരുന്നു. കുറേ പൈസക്കൊക്കെ ഇപ്പൊ എങ്ങനെയെങ്കിലും വണ്ടിക്കൂലിക്കുള്ള പൈസ ഞാൻ കരുതി വെച്ചിരിക്കും. കാരണം ആരുടെ ചോദിക്കണമെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അവിടെ ചെന്ന് ബസ്സിലേക്ക് ഓട്ടോ വിളിച്ച് അവിടെ നിന്ന് ഓട്ടോയ്ക്ക് 60 രൂപ കൊടുക്കണം. കൊടപ്പനക്കുന്ന് പേരൂർ കൂടെ കൊടപ്പനക്കുന്ന്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ പൊക്കോട്ടുന്നത്. എൻ്റെ വീട് എന്ന് വെച്ചാൽ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീടിന്റെ പണി പകുതി ആയതേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. എൻ്റെ മക്കളെ പഠിത്തം, മക്കൾ ഓരോ അകലം പറയുമ്പോൾ എനിക്ക് താങ്ങാൻ പറ്റില്ല. ഞാൻ മോക്ക് BSc നേഴ്സ് പഠിക്കണുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു മക്കള് എന്തിനാ എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് താങ്ങൂല. അത്രയും പൈസ ഒന്നും കൊടുത്ത് പഠിപ്പിക്കാനുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ വന്നപ്പോ നിങ്ങൾക്ക് അറിയില്ല ആ ഒരു അവസ്ഥയാണ്. ഞാൻ പിന്നെ ഒന്നും ചോദിക്കില്ല മോളോട്. ചോദിച്ചാൽ പറയും അമ്മ എനിക്ക് അത് പഠിക്കണം. ഞാൻ അതുകൊണ്ടൊന്നും അവളെ വിഷമപ്പെടുത്തില്ല, അവള് എന്നെയും വിഷമപ്പെടുത്തില്ല. ഞാൻ കൊടപ്പനക്കുന്നിലാണ് 3.5 വർഷം നിന്നിട്ട് എന്നെ ഒരു ജോലിക്കാരി നെറ്റല്ല അല്ല, പിന്നെ ഒരു അനിയത്തിയെ പോലെ തന്നെയാണ്. ആ വീട്ടിലുള്ള അങ്ങനത്തെ പോലെ തന്നെയാണ് അവിടെയുള്ള ചേച്ചിയും സാറും അവിടെയുള്ള എല്ലാവരും. എൻ്റെ സ്വന്തം വീട് തന്നെയാണ്, എൻ്റെ കയ്യേലും തന്നെയാണ് ആ വീട്ടില്. ഞാൻ ഒരു ദിവസം ചെന്നില്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം പിന്നെ ഞാൻ ചെന്നില്ലെങ്കിൽ അവിടുത്തെ ചേച്ചിക്ക് സുഖമില്ലാത്തതാണ്. നട്ടല് ഓപ്പറേഷൻ കഴിഞ്ഞാൽ അപ്പൊ ഒരു ദിവസം പോലും എനിക്ക് ലീവ് എടുക്കൂല. ഇന്ന് ഞാൻ പോകും. അതിനുള്ള ശമ്പളവും നമുക്ക് മേടിക്കാം. ഒരു ദിവസം വേണമെങ്കിൽ പോയാലും ആ ശമ്പളം എനിക്ക് തരും. അതുകൊണ്ട് അവരെയും ബുദ്ധിമുട്ടിക്കൂല, ഞാനും അമ്മക്കും ബുദ്ധിമുട്ടില്ല. എന്നും പോകുമായിരുന്നു ആ വീട്ടില്. പക്ഷെ ഇവിടെ നിന്നാണ് ഇങ്ങനെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ഒരു അനുഭവം ഉണ്ടായതല്ലേ? അവിടുന്ന് അമ്മ മരിച്ചു. അമ്മമ്മ എന്നുവെച്ചാൽ സാറിന്റെ അമ്മ അസുഖം മരുന്ന് കിടപ്പ് ദേഹത്തിലെ മുറിവായിരുന്നു. അങ്ങനെ പെട്ടെന്നാണ് അമ്മ മരിച്ചപ്പോഴാണ് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തന്നു. എനിക്കതാണ് ഈ ഒരു വലിയൊരു അവസാനം ഇവിടെ വന്ന് വിട്ടപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി അല്ലേ? ശരിക്കും ഫോണ് പോലും വീട്ടിലേക്ക് ബന്ധപ്പെടാൻ പോലും സമ്മതിച്ചില്ലല്ലേ പോലീസുകാര്? ഫോണ് പോലും പിടിച്ചു വാങ്ങി വെക്കുന്ന അവസ്ഥ പിടിച്ചു വെച്ചപ്പോ ഞാൻ പറഞ്ഞു സാർ ഒരു കോളും ഞാൻ പറയും അതുകൊണ്ട് കേട്ടോണ്ടാ മതി. പിന്നെ ഞാനൊന്ന് ഭയങ്കര ധാർഷ്ട്യത്തോടെയാണ് പെരുമാറിയത് പോലീസുകാർ. ആദ്യം നല്ല മയമായിരുന്നു, ചെന്ന സമയത്ത് പിന്നെ അവരെ സ്വഭാവം മാറി. ഒരു ഭീഷണിപ്പെടുത്തി കുറ്റം സമ്മതിപ്പിക്കാൻ എന്തെങ്കിലും നീക്കം നടത്തി ചെയ്തിട്ടുണ്ട്. അവരെ പ്രകാരമാണ് എന്നെ രാത്രി 8:00 കൂടി ഇവിടെ കൊണ്ടുവന്നത്. ഈ പോലീസുമാരാണ് ഓരോന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ മാല വീട്ടിലുണ്ട്, ഈ ഓമന ഡാലിൽ പറഞ്ഞ വീട്ടിൽ കാണും, വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു വീട്ടിലേക്ക് പോവാം. വീട്ടുകാരെ അറിയാൻ എന്തായാലും നാണം കെട്ടു. വീട്ടിൽ പോവാന്ന് പറഞ്ഞപ്പോ ഇവിടെ ഒത്തിരി പേര് അപ്പുറം ഇപ്പുറം വീട്ടിലുള്ള മാത്രമേ ഉള്ളായിരുന്നു. അവർക്കൊന്നും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടിയിരുന്നു. പിന്നീടാണ് ഞാനാണ് പറഞ്ഞത്. ഇവര് ഭീഷണിപ്പെടുത്തിയിരുന്ന ഏതെങ്കിലും ടോർച്ചർ ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ പോലീസുകാര്? മാനസികമായിട്ട് ഇങ്ങനെ പറഞ്ഞ് തളർത്തിയോ? വേറെ ആരും ഇല്ല, ഈ പ്രസന്നം മാത്രമേ ഉള്ളൂ. പ്രസന്നം എന്ന് പറഞ്ഞ ഉദ്ദേശനാണ് എന്റെ കൂടുതലും എന്റെ മക്കളെ പറഞ്ഞത്. മക്കളെ പറഞ്ഞപ്പോ എനിക്ക് താങ്ങാൻ പറ്റില്ല. മക്കളെ പറഞ്ഞപ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു എന്തൊരു ചേട്ടെന്നുള്ള ഒരു ഇതായിപ്പോ. 17ഉം 15 വയസ്സുള്ള മക്കളെ കുറിച്ച് എന്നോട് പറഞ്ഞപ്പോ എനിക്കത് ആരോട് പറയാൻ, ആരും എന്റെ സൈഡിൽ നിൽക്കുന്ന ആരുമില്ല. വല്ലാത്തൊരു നിസ്സഹായസ്ഥയിലായിരിക്കും. മക്കളെ പറഞ്ഞപ്പോ എനിക്ക് താങ്ങാൻ പറ്റില്ല. എന്നാലും പിടിച്ചു നിന്നു. അവരവര് പറയുന്നു ഭയങ്കര തന്റെയിടത്തോടെ നിൽക്കുന്നത്. കാരണം ഞാൻ കുറ്റം ചെയ്തില്ലല്ലോ, സ്വർണ്ണം എന്റെ ഭാഗത്തുനിന്ന് അവർ കണ്ടെത്തിയിട്ടില്ല. അവിടെ ഞാനവിടെ പിന്നെ ഇവരെന്നെ ഈ വാക്കുകൾ കൊണ്ട് തന്നെ തളർത്തിക്കളഞ്ഞു. വാക്കുകൾ കൊണ്ട് തന്നെ വല്ലാതെ അങ്ങ് എന്റെ ചേട്ടനെയും എന്റെ മക്കളെയും പറഞ്ഞപ്പോ ഞാൻ അങ്ങ് തളർന്നു പോയി. പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കൂല. എനിക്ക് വിശന്നും കൂടെ അങ്ങ് വിറയിലായിപ്പോയി, തളർന്നു പോയി. വിശന്ന് അന്നാ ഉച്ചയ്ക്ക് 1 മണിക്ക് ആ വീട്ടിൽ നിന്ന് കഴിച്ചതല്ലേ, പിന്നെ ഒന്നും കഴിച്ചില്ല. ഭക്ഷണം ഒന്നും അവര് പോലീസുകാർ ഭക്ഷണം ഒന്നും തന്നില്ല, ഒന്നും തന്നില്ല. വെള്ളം ചോദിച്ചപ്പോ ബാത്റൂമിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി പറഞ്ഞു അല്ലെ? ഭക്ഷണം പോലും തന്നില്ല. എന്റെ ചേട്ടൻ മാറ്റിക്കൊണ്ട് തന്നിട്ട് കൂടി എനിക്ക് തരാൻ സമ്മതിച്ചില്ല. കൊണ്ടുപോടാ. അവര് പോലീസുകാര് ചേച്ചിയാണ് കുറ്റക്കാരി അല്ലെങ്കിൽ ചേച്ചിയാണ് മോഷ്ടിച്ചത് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കായിരുന്നു അല്ലെ? അവര് സ്ഥാപിച്ചെടുത്തു. അതുപോലെ ഈ പരാതിക്കാർ അവിടെ ഇരിക്കല്ലേ,
പരാതിക്കാരുടെ ശേഷമല്ലേ വീട്ടിലേക്ക് അവര് മടങ്ങിപ്പോയി. അപ്പൊ ഈ വീട്ടുകാരുടെ മുഖത്തെ ഭാവങ്ങൾ എന്തായിരുന്നു? അവര് ഇത്രയധികം ടോർച്ചർ, ഈ പോലീസുകാർ ടോർച്ചർ ചെയ്യുമ്പോ അവര് എന്തെങ്കിലും പറഞ്ഞിരുന്നു പോലീസുകാരുടെ അടുത്ത് അങ്ങനെയൊന്നും ചെയ്യണ്ടെന്നോ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിന്നെ ഫസ്റ്റ് ദിവസം പത്രത്തിൽ കൊടുക്കണ്ടെന്ന് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. ഇവര് പത്രത്തിലൊന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പം പോലീസ് വണ്ടിയിലോ യൂണിഫോത്തിലല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ എന്നെ സാധനം എടുക്കാൻ വേണ്ടി ഇവര് സാധനം കൊണ്ടുപോകാനാണ് അവിടെ നിന്നത്. പിന്നെ സാധനം കിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം. സാധനം കിട്ടില്ലെങ്കിൽ 1 മണിക്കൂർ 1/2 സാധനം നോക്കിയാൽ മതി, കിട്ടുമല്ലോ. നമ്മളെ സ്വർണ്ണമല്ലേ, നോക്കിയാൽ കിട്ടും. അവരവിടെ വ്യക്തമായിട്ട് തെരച്ചിൽ പോലും നടത്തിയില്ല അല്ലെ? മുൻധാരണയോട് കൂടിയിട്ട് ചേച്ചി നോക്കിയപ്പം കണ്ടില്ല. ഉടനെ കാറെടുത്ത് ബിന്ദുവാണ് ഇത് ചെയ്തത്. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, മാഡം നിങ്ങളെ മാല കണ്ടില്ല സംഭവിച്ചത്. അത് ഉടനെ ഞാനാണ് എടുത്ത് അത് ആ കുറ്റങ്ങൾ എന്റെ മണ്ടയിലേക്ക് വെച്ചിട്ടാന്ന് ചോദിച്ചു. അവരൊന്നും മിണ്ടില്ല. അതിന് ഈ സംഭവം കിട്ടി മാല തിരിച്ചു കിട്ടിയതിന് ശേഷം ചേച്ചി അവരെ കോണ്ടാക്ട് ചെയ്തു, അല്ലെങ്കിൽ അവരെ നേരിട്ട് കാണുമോ, അങ്ങനെ എന്തെങ്കിലും ഒന്നും ചെയ്തില്ല? അവര് തിരിച്ച് യാതൊരു വിധ ബന്ധവും ഒന്നുമില്ലല്ലേ? അവരുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും വിളിക്കാൻ ശ്രമിക്കുമോ, അങ്ങനെ ഒന്നും എന്തെങ്കിലും ചെയ്തു? ഒരാളെ ബന്ധപ്പെട്ട് ഫസ്റ്റിൽ ഒരു ദിവസം വിളിച്ചപ്പം പിന്നെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അവരെന്ത് പറഞ്ഞു അവരെന്നോട് പറഞ്ഞില്ല. പിന്നീട് ഒരു ദിവസം എന്നെ വിളിച്ചിട്ടുണ്ട്, മോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നുകൂടെ 2-3 പ്രാവശ്യം 5 പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് അവരെ ഒരു നമ്പറേ എനിക്ക് അറിയത്തുള്ളൂ, പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് നമ്പർ എടുക്കാം ഉണ്ടാക്കുന്നില്ല. അവരാരും തിരക്കുന്നില്ല. കാരണം തരത്തെ ഫോൺ നമ്പറിൽ അവര് വിളിച്ചാൽ കിട്ടുന്നില്ല. പിന്നെ ചിലപ്പോ ശരിക്കും അങ്ങനെ അവരുടെ കൂടി മുഖംമൂടി വലിച്ചു കീറപ്പെടേണ്ടതല്ലേ? അല്ലെങ്കിൽ അവരെ കൂടി വെളിച്ചത്തേക്ക് വരേണ്ടതല്ലേ? ആൾക്കാരെ അറിയണല്ലോ ഇത്. അവരെയും പുറലോകം അറിയണം. പിന്നെ മാത്രം കാണിക്കുന്നു. പിന്നെ എപ്പോഴും പിന്നെ പോലീസ് കണ്ടെത്തട്ടെ. എന്തായാലും അവരെന്നെ കൊണ്ടുവരും. ഞാൻ കൊണ്ടുവരിക്കും അവരെന്നെ. ഞാൻ ഇതിനുള്ള മറുപടി ഞാൻ ചോദിക്കും. കാരണം ഒരു മാലയാണ് എന്റെ ജീവിതം ഇത്രയാക്കിയത്. എന്റെ ജോലി നഷ്ടപ്പെടുത്തി. എല്ലാം ഈ ജോലിക്ക് പോകാൻ പോയില്ല. എന്റെ ജോലി നഷ്ടപ്പെടുത്തി. എന്നെ നാണം കെടുത്തി. അവിടെ കോടതിയിൽ വരുമ്പോ എന്തായാലും ഒരു കോടതിയിൽ വരാതിരിക്കില്ല. കോടതി വരുന്ന സമയത്ത് ഞാൻ ചോദിക്കും. ഞാനും എന്റെ ചേട്ടനും ചോദിച്ചിട്ട് അവരെ ഞാൻ വിടും. എന്റെ വക്കീൽ വന്ന ഉടനെ വക്കീൽ എന്ത് പറയുന്നു അതുപോലെ തന്നെ കോംപ്രമൈസും ഇല്ല. ശരിക്കും വീട്ടുകാർക്കെതിരെ കേസ് എടുക്കണം അല്ലേ? അത് മാത്രമല്ല ഈ പോലീസുകാർക്കെതിരെ അവരെ പിരിച്ചുവിടണം ജോലിയിൽ നിന്ന്. ഇനി ഒരിക്കലും മറ്റൊരാളുടെ അടുത്ത് ഇത്തരമൊരു കാണിക്കാൻ പാടില്ല. ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇനി ഇതേപോലെ വേറൊരു ബിന്ദു അവിടെ ഇരിക്കാൻ പാടില്ല. ഇവര് മുമ്പേ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലേ? ഞാൻ തെറ്റും ഈ മാല പ്രശ്നം ഞാൻ അറിയുന്നില്ലല്ലോ. ഞാൻ അവരെ മാല എടുത്തിട്ടില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ആ ഒരു ഉറപ്പോട് കൂടി തന്നെയാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. പോലീസുമാര് പറഞ്ഞു ഭയങ്കര തന്റേടമാണ്, എടുത്തിട്ടും ഭയങ്കര അഹങ്കാരത്തോട് കൂടി ഇരിക്കണം. ഞാൻ പറഞ്ഞു സാറ് ഞാൻ മാല എടുത്തില്ലല്ലോ, എനിക്ക് ആരെ മുമ്പിലും എനിക്ക് നല്ല ധൈര്യമായിരുന്നു, ഞാൻ കരയോ അങ്ങനെ. പിന്നെ ഈ ലാസ്റ്റ് ആയപ്പോ എന്നെ തളർത്തിക്കളഞ്ഞു. അപ്പോഴത്തെ ആ ധൈര്യം പിന്നീട് എനിക്കില്ലായിരുന്നു. എന്നുവെച്ചാൽ വാക്കുകൾ കൊണ്ട് തന്നെ ഒരുപാട് വേദനിപ്പിച്ചു. തല്ലുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ മാനസികമായി 2 അടി തന്നാലും ഇത്ര വിഷയല്ലേ? പക്ഷെ വാക്കുകൾ കൊണ്ട് തന്നെ വല്ലാതെ തളർത്തിപ്പോ. എനിക്കൊന്നും പറയാൻ പറ്റാത്തൊരു അതിന് ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ പോലീസ് തന്നെ ഉള്ളൂ. വേറെ ആരും SI ഈ 2 വാക്കേ പറഞ്ഞുള്ളൂ, നാട് വിട്ടു പോണോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, നാട് വിട്ടു പോണം, ഈ നാട്ടിൽ നിൽക്കരുത് എന്ന് പറഞ്ഞു. ഞാനെന്ത് വലിയ തെറ്റ് ചെയ്തതുപോലെയാണ്. ചെയ്യാത്ത തെറ്റിനാണ് ഈ പറയുന്നത്. ചെയ്യാത്ത തെറ്റ്. അപ്പോഴും ഇവരവിടെ ഇരിക്കുക, ഈ മോഹനയുടെ മകളോട് അവരൊന്നും പറഞ്ഞില്ല, അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലേ. പോലീസിന്റെ മുമ്പിലല്ലേ ഇരിക്കണം. എങ്കിലും അവരങ്ങനെ ഒരു സഹതാപത്തിന്റെ ഒരു കണിക പോലും അവരുടെ മുഖത്തുണ്ടായിരുന്നില്ല. ഒന്നും ഉണ്ടായിട്ടില്ല, ഈ സമയമേ ഉണ്ടായിട്ടില്ല. എങ്കിലും അവർക്ക് കുറ്റബോധം ഉണ്ടെങ്കിൽ അവരൊന്ന് വിളിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ഒന്ന് നേരിട്ട് വന്ന് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റ് പറ്റി എന്നൊന്നും പറയാനുള്ള ഒരു മനസ്സെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് അവരുമായി ബന്ധപ്പെട്ട ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അവര് മനുഷ്യത്വം ഇല്ലാത്ത മനുഷ്യരായിട്ട് മാറിയിരിക്കുന്നു അല്ലേ? അവര് പിന്നെ വേറെ ഒളിച്ചിരിക്കുന്നത്, എന്നോട് സംസാരിക്കാനോ ഒന്നിനും ഒരു കാരണം തെറ്റ് അവരുടെ ഭാഗത്തല്ലേ. അവരെന്തെങ്കിലും വിളിച്ച് സംസാരിക്കും. അതുകൊണ്ടാണ് അവര് വിളിക്കുന്നത്. ക്ഷമ പറയാനുള്ള മനസ്സെങ്കിലും ക്ഷമ പറഞ്ഞെങ്കിൽ ഞാൻ അവിടെ തീർന്നേ പ്രശ്നം. ക്ഷമ ആ സ്റ്റേഷനിൽ വെച്ച് തീരാനുള്ള പ്രശ്നമാണ് ഈ പുറം ലോകം മൊത്തം.
ഞാൻ അറിയട്ടെ, ഞാൻ തെറ്റ് ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാനും മീഡിയത്തിന്റെ മുമ്പിലും ആര് വന്നാലും ഞാൻ സ്വീകരിക്കും. എന്റെ വിഷമങ്ങളെല്ലാം ഞാൻ അവരോട്, അന്നൊക്കെ ഭയങ്കര വിഷമായിരുന്നു. ഇവിടെ വന്ന സമയത്തൊക്കെ ഭയങ്കര വിഷമം, എന്ത് ചെയ്യണം എന്നുള്ള എനിക്ക് മോളെ പേടിയുള്ളായിരുന്നു. എന്തെങ്കിലും കയറി ചെയ്യുമോ എന്നാ എന്റെ ചേട്ടൻ, എന്നാൽ അവരോട് ഞാൻ സമാധാനം പറയണം. ഇപ്പൊ നാണക്കേട്, അവരൊക്കെ നല്ല ആൾക്കാരാണ്, നല്ല കാശൊക്കെ ഉള്ള ആൾക്കാരാണ്. ആരും വന്നിട്ടില്ല, എല്ലാവരും വരും. ഇനി അവരെന്തെങ്കിലും ചെയ്താ എന്റെ കാര്യങ്ങൾ ചെയ്ത് നാണക്കേടാണ് എന്ന് ഓർത്ത് എന്തെങ്കിലും ചെയ്യുമോ എന്നൊരു ഭയം എനിക്ക് ഉണ്ടായിരുന്നു. എന്റെ മകളെങ്ങനെ അങ്ങനെ നാണക്കേട് ഞങ്ങൾ ചെയ്യുമോ എന്നുള്ളൊരു ഇങ്ങനെയുള്ള, അതാണ് എന്നെ വല്ലാതെ തളർത്തിക്കളഞ്ഞത്. ഈ രണ്ടുപേരും ആരെയും വല്ല ചെയ്താൽ ഞാൻ അറിയില്ല. ഞാൻ സ്റ്റേഷനിലാണ്, ആരും എന്നോട് പറയില്ല എന്താണെന്ന്. അതിനകത്തുനിന്നുള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിനപ്പുറം വേറെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അത് മാത്രമേ ഉള്ളൂ. എന്റെ മക്കളെ ഓർത്ത് വല്ലാതെ എന്നുവെച്ചാൽ വിശന്നും ഈ രണ്ടും കൊണ്ട് തന്നെ വല്ലാതെ തളർത്തി. വീട്ടിൽ വന്നിട്ട് നമ്മൾ ഇറങ്ങില്ല. ഇവിടെ വന്ന് ഓരോന്ന് വെക്കുക. എല്ലാം എന്റെ ചേച്ചി, എന്റെ അമ്മയാണ് എല്ലാ കാര്യവും. ഇതുവരെ എന്റെ ചേച്ചി തന്നെ ഭക്ഷണങ്ങൾ കൊണ്ടുവരും, എല്ലാം ചെയ്യുന്നത്. അതൊന്നും ഇവിടെ വേവിച്ചിട്ടൊന്നുമില്ല. ഒരു മരണ വീടിന്റെ ഒരു അവസ്ഥയായിരുന്നു നമ്മളെ. അപ്പോഴും മേലെ തന്നെ മാമന്റെ മോനെ മേലെ താമസിക്കണം. ചേട്ടനാണ് വന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഈ വക്കീല് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കേസ് എടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റെടുത്ത് മുമ്പിലോട്ട്. രാത്രി വക്കീല് വന്നു, കാര്യങ്ങൾ സംസാരിച്ചു. അതിനുശേഷമാണ് നമ്മൾ വക്കീലിനെ കാണുന്ന പഞ്ചൂരുള്ള ഒരു വക്കീലിനെ പിറ്റേന്ന് രാവിലെ നമ്മളടുത്ത് ചെല്ലാൻ പറഞ്ഞു. നമ്മൾ പോയി വക്കീലായിട്ട് പരിചയപ്പെട്ടു. അതിന് ഇതെല്ലാം തയ്യാറാക്കി. 3-ാം തീയതി എല്ലാവർക്കും പരാതി കൊടുത്തു. മീഡിയക്കാരായിരുന്നാലും വെളിയിലുള്ളവരാണ്, നാട്ടുകാരായിരുന്നാലും കൂടുതലും രാഷ്ട്രീയ പ്രവർത്തകരാണ്. മീഡിയക്കാരും കുറച്ചുകൂടെ കഴിയുമ്പോൾ ആരോ വരും എന്നൊക്കെ പറയുന്നു. മീഡിയക്കാരാണ് കൂടുതൽ എന്നെ പുറംലോകം അറിയിച്ചത്. മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ടല്ലേ തീർച്ചയായിട്ടും. കാര്യം അറിഞ്ഞോടനെ ഏത് സ്ഥലത്തല്ല അവർ ഓടിയെത്തിയില്ലേ. ഓടിയെത്തിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് അവര് പുറംലോകം എത്തിച്ചില്ലേ, അല്ലെങ്കിൽ ആരും അറിയില്ല. പാവമാണ്, കളകണം ചെയ്യുന്ന ഒരു കുട്ടിയല്ല. എൻ്റെ വയറപ്പിന് പോയതാണ്, അതിനകത്ത് കുരിക്കുകയാണ് ഒരു പറ്റി വന്നത് കിട്ടിയത്. പറഞ്ഞ കാര്യത്തിലുള്ള വലിയ ഇതാണ് കിട്ടിയെന്ന് തന്നെ പറയാം. ദൈവസഹായം അത്രയും എനിക്ക് പറയാം. ബിന്ദുവിനെ പറ്റി പറഞ്ഞ ആള് പാവമാണ്, ശുദ്ധയാണ്. അവൾ ആരുടെയും മുതൽ മോഹിക്കുന്ന ഒരാളല്ല. ഉപജീവന മാർഗത്തിനൊക്കെ കടന്നു പോകും. ഭർത്താവിനും അങ്ങനെ ജോലി മിക്കവാറും ഇല്ല. 2 കുഞ്ഞുങ്ങളെ വളർത്തണം, പഠിപ്പിക്കണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ആളാണ്. വേറെ മറ്റ് ചിന്താഗതികളൊന്നുമില്ല. ചെയ്യാത്ത തെറ്റിന് മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ട് 20 മണിക്കൂറിലധികം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്ന ബിന്ദുവിനെ നിങ്ങൾക്ക് ഓർമ്മ കാണും. എന്തായാലും ഭാഗികമായിട്ട് അവരോട് തെറ്റ് ചെയ്ത പോലീസുകാർക്ക് നടപടി ഉണ്ടായിരിക്കുകയാണ്, അവർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുകയാണ്. നോക്കൂ, സ്വന്തം കുടുംബം പുലർത്താൻ വേണ്ടി ഈ കാടും മലയും വഴികളുമൊക്കെ താണ്ടിയാണ് ബിന്ദു നഗരത്തിലേക്ക് എത്തിയത്. മാന്യമായി ജോലിയെടുത്ത് ജീവിക്കാൻ, വീട്ടുജോലിയെടുത്ത് സ്വന്തം കുടുംബം പുലർത്താൻ. എന്നാൽ അവർക്ക് മേലാണ് പോലീസുകാരും വീട്ടുടമസ്ഥരും വ്യാജ മോഷണക്കുറ്റം ആരോപിക്കുന്നത്. അവർ 20 മണിക്കൂറിലൂടെ കടന്നുപോയത് അതിഭയാനകമായ ഒരു അവസ്ഥയിലാണ്. നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, സാമ്പത്തിക അസമത്വത്തിൻ്റെ പേരിലൊക്കെ വിവേചനം അനുഭവിക്കുകയും ചെയ്യാത്ത കുറ്റം, മോഷണക്കുറ്റം തൻ്റെ മേൽ ചാർത്തിരികയും ചെയ്ത അവരുടെ അവസ്ഥ ദയനീയമാണ്. ഇത്രയും ഉൾപ്രദേശത്ത് നിന്നാണ് അവർ നഗരത്തിലേക്ക് അതിരാവിലെ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്തു വെച്ച് ബസ് കയറി പോകുന്നത്. വലിയൊരു യാത്രയാണ് നഗരത്തിലേക്ക് ഇവിടെ നിന്ന്. തിരിച്ച് വൈകുന്നേരവും ഇവർ വീട്ടിലെത്തുന്നത് ഒരു സമയമാകും. അത്രയധികം യാത്ര ചെയ്ത് ഈ ഉൾവഴികളിലൂടെ നടന്നു വേണം അവരുടെ വീട്ടിലേക്ക് എത്താൻ വേണ്ടി. ഇങ്ങനെ മാന്യമായി നന്നായി അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു യുവതിയുടെ പേരിലാണ് കള്ളക്കേസ് എടുത്തത് പോലീസ് മോഷണക്കുറ്റം ആരോപിച്ചത്. പോലീസുകാർക്കെതിരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സസ്പെൻഷൻ നടപടി പോരാ എന്നാണ് ബിന്ദു പറയുന്നത്. ജീവിതകാലത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അത്രയും വേദനയാണ് 20 മണിക്കൂറിനുള്ളിൽ അവർ അനുഭവിച്ചത്. അതുകൊണ്ട് പോലീസുകാർക്കെതിരെ കർശന നടപടി ഉണ്ടാകണം, അവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്.